നമസ്കാരം. ഏപ്രിൽ മാസത്തിലെ അവസാന ദിവസമാണ് ഇന്ന്. നാളെ മെയ് 1 എന്നാൽ ജ്യോതിഷപ്രകാരം ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ചില അത്ഭുതകരമായ നേട്ടങ്ങൾ വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമാകുന്നു. കാരണം രാജരാജാദിയോഗമാണ് ഇവർക്ക് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ ഇവർക്ക് ധനപരമായ നേട്ടങ്ങളും മറ്റു രീതിയിലുള്ള അനുകൂലമായ ഫലങ്ങളും വന്ന് ചേരുന്നതായ സമയമാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്നും എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നും വിശദമായി തന്നെ മനസ്സിലാക്കാം. മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് ആശ്വാസം പകരുന്നതായ ഒരു കാര്യമാണ് ഇത്. കാരണം അല്പം മോശമായ സമയത്തിലൂടെ മുന്നോട്ട് പോയിരുന്ന ഒരു നക്ഷത്രമാണ് ചോതി നക്ഷത്രം. ചോതി നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളും വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയമായിരുന്നു മുൻപ്. സാമ്പത്തികപരമായ പ്രയാസങ്ങൾ കൂടാതെ മാനസിക ക്ലേശങ്ങൾ, അത്തരത്തിൽ പല പ്രശ്നങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ ചോതി നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നതായ സമയമാണ്. ഈ സമയം സാമൂഹികപരമായ അംഗീകാരം ഉയരുന്നതായ സമയം എന്ന് തന്നെ പറയാം. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങൾക്കും ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. വ്യക്തിപരവും തൊഴിൽപരവുമായ നേട്ടങ്ങളും വന്നു ചേരാം. കൂടാതെ ഈ സമയം ചൊവ്വ രാഹു യോഗമുള്ള കാലമാകയാൽ ആത്മശക്തി കൂടി വന്ന് ഭവിക്കുന്നതായ സമയമാണ്. ശുഭകരമായ സമയം. പല കാര്യങ്ങളും പരീക്ഷിക്കുന്നുണ്ട് എങ്കിൽ ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും. പലപ്പോഴും വളഞ്ഞ വഴിയിലൂടെ ലക്ഷ്യങ്ങൾ നേടിയിരുന്നവരാണ് നിങ്ങൾ എങ്കിൽ ആ കാര്യങ്ങളിൽ മാറ്റം വരും. തീർച്ചയായും നിങ്ങൾക്ക് നേരായ വഴിയിലൂടെയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ ഫലങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും അതെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ, ആ തന്ത്രങ്ങളെ പരാജയപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഏതെല്ലാം വ്യക്തികളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടായിരുന്നുവോ ആ തർക്കങ്ങൾ കൂടി പരിഹരിക്കുവാൻ സാധിക്കും. അത് നിങ്ങളെ പല ഭാഗങ്ങളിലും, ജീവിതത്തിന്റെ പല ഭാഗങ്ങളിലും നിങ്ങളെ അനുകൂലമായി ഭവിക്കുന്ന കാര്യങ്ങളായി മാറാം. കൂടാതെ അന്യദേശത്തേക്ക് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടോ പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. ബിസിനസ് പരമായും തൊഴിൽപരമായും നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രം. വിശാഖം നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂലമായിരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി തന്നെ വന്ന് ഭവിക്കുന്നതായ സമയമാണ്. ഇവർക്ക് പല രീതിയിലുള്ള ഭാഗ്യ പരീക്ഷണങ്ങൾ വിജയം നൽകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. തൊഴിലവസരങ്ങൾ തേടുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവായി പോകുന്നതായ സമയം, അല്ലെങ്കിൽ ഫലപ്രദമായി തന്നെ പ്രതിരോധിക്കുവാൻ സാധിക്കും. ഗൃഹാന്തരീക്ഷം അനുകൂലമായി തീരും. തർക്കങ്ങളും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ, ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം. മനസ്സമാധാനം വന്നു ചേരാം. ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സഹായകരമായ ധനം കൈകളിലേക്ക് വന്നു ചേരും. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം. ഈ സമയം നിങ്ങൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അത് അനുകൂലമായ കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിനാൽ ധനപരമായി വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ്. രാജരാജാദിയോഗം ഉള്ളതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം അനുകൂലമായി തീരും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അനിഴം നക്ഷത്രമാണ്. അനിഴ നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക. രാജരാജാദിയോഗം വന്ന് ഭവിച്ചിരിക്കുന്നതായ ഒരു സമയമാണ് നിങ്ങൾക്ക് എന്ന് തന്നെ പറയാം. കാരണം ഈ സമയം നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറുവാൻ
ആഗ്രഹിച്ചതായ പല കാര്യങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയമാണ്. ഈ സമയം ജീവിതം കൂടുതൽ സുഗമവും ആസ്വാദ്യകരവുമായി മാറുന്നതായ സമയമാണ്. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം. ആത്മശക്തി വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. നിങ്ങൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനോ ഉള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ശ്രദ്ധയും താല്പര്യവും ഏതൊരു കാര്യത്തിലും വർദ്ധിക്കുന്നതായ സമയം കൂടിയാണ് ഇത്. വസ്തുതർക്കങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ വഴികൾ പരിഹരിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് അടുക്കും ചിട്ടയും കടന്ന് വരുന്നതാണ്. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി തീരും. കർമ്മരംഗത്ത് വളരെ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാം. കച്ചവടം വർദ്ധിക്കാം. നവസംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ ഫലങ്ങൾ പോലും വന്നു ചേരാം. ഈ സമയം മനസ്സിലേക്ക് വന്നു ചേരുന്ന തെറ്റായ ചിന്തകളെ പൂർണ്ണമായും ഒഴിവാക്കുവാനും എപ്രകാരം മുന്നോട്ട് പോകണം, എപ്രകാരം പ്രവർത്തിക്കണം, ഇത്തരത്തിൽ ശരിയായ വിധത്തിൽ നിങ്ങൾക്ക് ചിന്തിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ സമയം. അതിനാൽ തന്നെ ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും. ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം കൈകളിലേക്ക് വന്നു ചേരാം. മക്കളുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള ചിന്തകൾ, ടെൻഷനുകൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും ഒഴിവാകുന്നതായ സമയമാണ് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ സമയമാണ്. രാജരാജാദിയോഗം ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയം. തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ, ഉയർച്ച ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. എന്നാൽ തൃക്കേട്ട നക്ഷത്രക്കാർ മനസ്സിലാക്കേണ്ടതായ കാര്യം മറ്റു ചില കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെയാകുന്നു. ആദിത്യന്റെ അനുകൂല്യവും വ്യാഴത്തിന്റെ രാശിപ്പകർച്ചയും നിങ്ങൾക്ക് നവോന്മേഷത്തിന് കാരണമായി തീരും. പുതിയ രീതിയിലുള്ള ചിന്തകൾ, അനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കുക, ധനപരമായ നേട്ടങ്ങൾ സ്വന്തമാക്കുക തുടങ്ങിയ കാര്യങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. എപ്രകാരം നിങ്ങൾ പ്രവർത്തിക്കണം എന്ന വ്യക്തമായ ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. നിങ്ങൾക്ക് പല മേഖലകളുമായി ബന്ധപ്പെട്ടും വളർച്ച നേടുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വിപുലീകരിക്കുവാനോ നേട്ടങ്ങൾ ഇരട്ടിയാക്കുവാനോ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരും. ഈ സമയം തീർച്ചയായും സാമ്പത്തിക ബാധ്യതകൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അതിൽ അയവ് വന്ന് ചേരുന്നതായ സമയമാണ്. ഒരു പരിധിവരെയെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം വീടുമായി ബന്ധപ്പെട്ട് പിരിഞ്ഞു നിൽക്കുന്നവരോ അല്ലെങ്കിൽ ദൂരദേശത്തുള്ളവരാണ് എങ്കിൽ പോലും ഗൃഹങ്ങളിലേക്ക് മടങ്ങി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അമിതമായ ആത്മവിശ്വാസം ഒഴിവാക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക. അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കൂടാതെ പരീക്ഷകളിൽ ഉന്നതമായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. മനസ്സിലേക്ക് പല രീതിയിലുള്ള സന്തോഷകരമായ കാര്യങ്ങൾ വന്നു ചേരാം. പല സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ കൂടി വന്ന് ഭവിക്കുന്നതായ സമയമാണ് എന്നുകൂടി ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് സവിശേഷമായ സമയമാണ്. രാജരാജാദിയോഗം വന്ന് ഭവിച്ചിരിക്കുന്നതായ സമയം. തീർച്ചയായും നിങ്ങൾക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. പൂരാടം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാജരാജാദിയോഗത്താൽ ഉയർച്ച നേടുവാനും ആഗ്രഹ സാഫല്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. അതിനാൽ അല്പം ശ്രദ്ധയോടെ തന്നെ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത് അനിവാര്യമാകുന്നു. ഒരിക്കലും എടുത്തു ചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. മാതൃകാപരമെന്ന് വിശേഷിപ്പിക്കുവാൻ സാധിക്കും വിധം നിങ്ങൾക്ക് ഈ മാസം പ്രവർത്തിക്കുവാൻ സാധിക്കും. സാമൂഹികപരമായ അംഗീകാരങ്ങൾ, സ്വീകാര്യത എന്നിവ വർദ്ധിപ്പിക്കുകയും തേടിയെത്തുന്നതുമായ സമയമാണ്.
പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. ജോലിയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ശോഭിക്കുവാൻ സാധിക്കും. കലാകാരന്മാരാണ് എങ്കിൽ കായിക മത്സരങ്ങളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും. കലാകാരന്മാർക്കും അനുകൂലമാണ് സമയം. കായിക മത്സരങ്ങളിൽ പോലും വളരെയധികം വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നതായ സമയം. തീർച്ചയായും 2 മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും അനുകൂലമായ സമയമാണ്. കൂടാതെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ അല്പം ശ്രദ്ധ, ജാഗ്രത നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം വസ്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ചർച്ചകളിലൂടെ അത് പരിഹരിക്കുവാൻ സാധിക്കും. നാട്ടിലേക്ക് മടങ്ങുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരും. കലാപരമായ അവസരങ്ങൾ നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ കൊണ്ടുവരും. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. ധനം പല വഴികളിലൂടെയും അഥവാ ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സമയമാകുന്നു. തീർച്ചയായും ഈ സമയം നിങ്ങൾ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകേണ്ടതാകുന്നു. കാരണം ഈ സമയം ശരിയായ രീതിയിൽ പ്രവർത്തിച്ചാൽ ഇരട്ടി നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ്. മകം നക്ഷത്രക്കാർക്കും രാജരാജാതിയോഗം ജീവിതത്തിലേക്ക് വന്ന് ഭവിച്ചിരിക്കുന്നതായ ഒരു സമയമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കുവാനും വിജയങ്ങൾ അനുകൂലമാക്കി തീർക്കുവാനും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യതയും കൂടുതലുള്ള സമയമാകുന്നു. ഈ സമയം തീർച്ചയായും ചില കാര്യങ്ങൾ കൂടി ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ചിങ്ങക്കൂറിന്റെ അധിപനായ സൂര്യൻ ഉച്ചസ്ഥാനത്തും തുടർന്ന് അനുകൂല ഭാവമായ 10ാം ഇടത്തിലും സഞ്ചരിക്കുന്നത് ഗുണഫലങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യം ഓർക്കുക. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ്. കാര്യസാധ്യവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പദവികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാകുന്നു. ഈ സമയം നിങ്ങളുടെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം ലഭിക്കും. തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാണ്. ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുകയും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുകയും ചെയ്യും. പുതിയ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. ബിസിനസ് കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക. ധനപരമായ ഉയർച്ച വന്നു ചേരുക. ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. എന്നാൽ ശ്രദ്ധയോടെ വീക്ഷിക്കേണ്ടതായ ഒരു കാര്യം, ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യമാകുന്നു. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരും അല്പം ശ്രദ്ധിക്കുക. ഈ സമയം മനക്ലേശങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാൻ സഹായകരമായ അവസരം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. വാക്കിലും കർമ്മങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ആ കാര്യവും നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആദായകരമായി മാറും. പരീക്ഷ എഴുതിയിരിക്കുന്നവർക്ക് മികച്ച വിജയം തന്നെ നേടുവാനുള്ള സാധ്യതകൾ വന്ന് ഭവിക്കും. കൂടാതെ ഈ സമയം ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കുവാനും അത് ശരിയായ രീതിയിൽ അത് പൂർത്തീകരിക്കുവാനും സാധിക്കും. ഈ സമയം തീർച്ചയായും ആത്മാർത്ഥതയും മറ്റ് കാര്യങ്ങളും പ്രശംസ നേടുന്നതായ സമയം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ്. തീർച്ചയായും നിങ്ങൾ ഈ സമയം ഉയർച്ച നേടുന്ന സമയമാകുന്നു. ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക.